സഹാധ്യാപകരുടെ PF ഫണ്ട് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റാൻ ശ്രമിച്ച് പോലീസിന്റെ പിടിയിലായ അധ്യാപകൻ കോടതിയിൽ വെച്ച് പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടു. മലപ്പുറം കാടാമ്പുഴ AUP സ്കൂളിലെ അധ്യാപകനായ 45 വയസ്സുള്ള സൈദലവിയാണ് തിരൂർ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പോലീസിനെ വെട്ടിച്ച് കടന്നത്. എന്നാൽ അരമണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെ കോടതിക്കടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പോലീസുകാർ കണ്ടെത്തി. സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് അടക്കം 3 അധ്യാപകരുടെ PF അക്കൗണ്ടുകളാണ് പ്രതി ഹാക്ക് ചെയ്ത് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. സ്കൂൾ ഹെഡ് മിസ്ട്രസ് നൽകിയ പരാതിയിൽ കാടാമ്പുഴ പോലീസ് ഉടൻ അന്വേഷണം നടത്തി പ്രതിയെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് കോടതിയിലെത്തിച്ചപ്പോഴാണ് പ്രതി ചാടിപ്പോയത്. കാടാമ്പുഴ പോലീസും തിരൂർ പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലാണ് സൈദലവിയെ പിടികൂടാൻ കഴിഞ്ഞത്. മോഷണമടക്കം 8ഓളം കേസുകളിലെ പ്രതിയാണ് സൈദലവി. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതിന് പുതിയ കേസ് പ്രതിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു. ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു. മലയാളം ടെലിവിഷൻ, തിരൂർ. ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻസ്, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ഹലോ, ആ കൺഫ്യൂഷൻ അങ്ങ് തീർന്നില്ലേ? പണി നടക്കട്ടെ. ജ്വല്ലറി ദാറ്റ് ടെൽസ് യുവർ സ്റ്റോറി. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി.